മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. രാഘവ് ചദ്ദക്കെതിരെ എന്തൊക്കെ തരത്തിലുള്ള വാർത്തകളാ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? രാഘവ് ചദ്ദ പോയത് BJP-യിലേക്കാണല്ലോ. അപ്പൊ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയിലെ ചില പ്രത്യേക ആളുകൾക്കൊന്നും തീരെ അങ്ങ് ദഹിക്കില്ലല്ലോ. അപ്പൊ പരമാവധി രാഘവ് ചദ്ദക്കെതിരെ തോന്നിയത് എഴുതി പിടിപ്പിക്കുക തന്ത്രപരമായിട്ട്. ഞാൻ മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ഒരു വാർത്തയൊന്ന് വായിച്ചു കേൾപ്പിക്കാം. രാഘവ് ചദ്ദയെ കൈവിട്ട് ജെൻസി BJP-യിൽ ചേർന്നതിന് പിന്നിലെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിൽ 1 മില്യൺ കുറവ്, 1 മില്യൺ ആളുകൾ കുറഞ്ഞു എന്നൊക്കെയാ വാർത്ത കൊടുത്തത്. മറ്റൊരു സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്ന മറ്റൊരു വാർത്ത ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇന്റർനെറ്റിലെ ഹീറോ ഇപ്പോൾ സീറോ. BJP-യിൽ ചേർന്നതോടെ 10 ലക്ഷം പേർ അൺഫോളോ ചെയ്തു. വ്യാപകമായിട്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ അതേപോലെ തന്നെ ഓൺലൈൻ മീഡിയാസ് ഒക്കെ ഇതൊക്കെ വെച്ച് ആഘോഷിച്ച് മുന്നോട്ട് പോവാ. അല്ല മരമുണ്ണകളെ, ഈ രാഘവ് ചദ്ദ ഒരു പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവല്ലേ? AAP ഒന്നുമില്ലെങ്കിലും മുമ്പ് ഡൽഹി ഭരിച്ചിട്ടുള്ള ഒരു പാർട്ടിയല്ലേ? നിലവിലിപ്പോ പഞ്ചാബ് ഭരിച്ചോണ്ടിരിക്കുന്ന ഒരു പാർട്ടിയല്ലേ? ഏറ്റവും ചുരുങ്ങിയൊരു 50 ലക്ഷം ആളുകളെങ്കിലും അൺഫോളോ ചെയ്ത് പോവേണ്ടേ? ഒരു 50 ലക്ഷമൊക്കെ മതി അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിലുള്ള വോട്ട് എന്ന ഈ ഫോളോവേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മളൊക്കെ കരുതിയിരുന്നത്. എന്നാൽ ഇതിപ്പോ 10-20 ലക്ഷം ആളുകളെ പോയിട്ടുള്ളൂ. അദ്ദേഹത്തിന് എത്ര ഫോളോവേഴ്സ് ഉണ്ട്? ഇപ്പോ സകലരും പോയി എന്ന് പറയുന്നതിന് ശേഷമാണ് ഞാൻ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് വെക്കുന്നത്. 12.4 മില്യൺ, അതായത് 1,24,00,000 ആളുകള് ഇപ്പയും ഇദ്ദേഹത്തെ ഇൻസ്റ്റഗ്രാമില് ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതിലൊരു 10 ലക്ഷം 20 ലക്ഷം എന്ന് പറയുമ്പോ അപ്പൊ ഈ പറയുന്ന AAP പാർട്ടിയിലെ ആളുകളൊക്കെ ഒന്ന് അൺഫോളോ ചെയ്ത് പോവേണ്ടേ? ഇതിനും ആഘോഷിക്കാം. മറ്റൊരു കൂട്ടരുണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിൽ UDF ആണോ വെച്ചാൽ LDF ആണോ വെച്ചല്ല, CPM കോൺഗ്രസ് മുസ്ലിം ലീഗ് ഒന്നും ആയിരിക്കില്ല. പക്ഷെ BJP വിരുദ്ധരാ. അത് ചില പ്രത്യേകതരം സുഡാപ്പി ജിഹാദി മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാ. അവർ BJP വിരുദ്ധരാക്കി. കാരണം എന്താ? BJP രാജ്യം ഭരിച്ചാൽ, BJP കേരളം ഭരിച്ചാൽ ഇവിടെ ജിഹാദിസം നടക്കില്ല, ഇവിടെ സുഡാപ്പിസം നടക്കില്ല. അപ്പൊ അവര് വരരുത്, മറ്റാര് വന്നാലും പ്രശ്നമൊന്നുമില്ല, തങ്ങളെ കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു പോകുമെന്ന് കരുതുന്ന ജെൻസിയിലും ഉണ്ട് ആള്. അതൊന്നും വെറുതെ പറയുന്നതല്ല, ജെൻസിയിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട് ഇത്തരം ആളുകളും. അത്തരം ആളുകളും അൺഫോളോ ചെയ്തു പോയില്ലേ? അതൊക്കെ ഒരു യാഥാർത്ഥ്യല്ലേ? ഞാൻ ഈ രാഘവ് ചദ്ദ ഏത് പാർട്ടിയിലേക്ക് അംഗത്തെടുത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി ആയിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയിലേക്കല്ലേ? അവിടെ നിന്ന് ഫോളോ ചെയ്യൽ തുടങ്ങൂല ആളുകൾ. രണ്ടാമത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയുന്നത് ചൈനയിലെ പാർട്ടിയാണ്, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയൊരു പാർട്ടിയിലേക്ക് അദ്ദേഹം അംഗത്വം എടുത്തിട്ടുള്ളത്. ഈ അൺഫോളോ ചെയ്ത ആളുകളുടെ എണ്ണം ഒന്നും പോരാ. മറ്റൊരു കണക്കും കൂടി ഒന്ന് വെച്ച് തരാം. പ്രമുഖ മാധ്യമങ്ങൾക്കും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് കുറഞ്ഞു എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ആളുകളോടുക. രാഹുൽ ഗാന്ധിക്ക് എത്രയാ ഫോളോവേഴ്സ് ഈ ഇൻസ്റ്റഗ്രാമില്? 13 മില്യൺ മാത്രമേ ഉള്ളൂ. അതായത് രാഘവ് ചദ്ദയോട് രാഹുൽ ഗാന്ധി മുട്ടി നിൽക്കണേ. അല്ലെങ്കിൽ തന്നെ BJP-യിൽ രാഹുൽ ഗാന്ധിക്കൊന്ന് മോദിയോട് നേരിട്ട് മുട്ടണമെങ്കിൽ അമിത്ഷാ, യോഗി ആദിത്യനാഥ്, അങ്ങനെ നിരവധി നേതാക്കന്മാരെ മറികടന്നാലൊന്ന് നരേന്ദ്രമോദിയോടൊന്ന് നേർ മുട്ടാൻ സാധിക്കൂ. ഇപ്പോ ഈ രാഘവ് ചദ്ദയെ മറികടന്നാലേ നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് ഇത്ര ആളുകള് രാഹുൽ ഗാന്ധിക്ക് സമാണ്. ഈ പറയുന്ന രാഘവ് ചദ്ദ എന്ന് പറയുന്നത് 13 മില്യൺ, ഇപ്പൊ 12.4 മില്യൺ ഈ പറയുന്ന രാഘവ് ചദ്ദക്ക് ഫോളോവേഴ്സ് ഉണ്ട്. ഈ രാഘവ് ചദ്ദ വലിയ രീതിയിൽ ജനങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വലിയൊരു യാഥാർത്ഥ്യ. അത് ഉൾക്കൊള്ളാൻ സാധിക്കാഞ്ഞിട്ട് ഇതൊക്കെ ഉൾക്കൊണ്ടിരുന്നു കേട്ടോ. കുറച്ചു മുമ്പ് വരെ വലിയ സംഭവമായിരുന്നു BJP-യിൽ അംഗത്വം എടുക്കുന്നതിന് മുമ്പ് വരെ. ഞാനിവിടെ ശ്രദ്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഈ രാഘവ് ചദ്ദ എയർപോർട്ടില് 10 രൂപക്കും ചായ വേണം, അതേ സ്നാക്സ് വേണം, അങ്ങനെ സാധാരണക്കാരന്റെ നിരന്തര പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട സമയത്ത് ഈ 10 രൂപക്ക് എയർപോർട്ടിൽ ചായ കൊടുത്തത് BJP സർക്കാരാണ്. BJP സർക്കാർ വരേണ്ടി വന്നു എന്നുള്ളതൊക്കെ മറ്റൊരു വലിയ യാഥാർത്ഥ്യമാണ്. അങ്ങനെ നിരവധി കാര്യങ്ങളിൽ BJP സർക്കാർ ഇടപെടുമ്പോഴും ഒരു എതിർഭാഗത്തുനിന്ന് ശബ്ദമുണ്ടാക്കാൻ രാഘവ് ചദ്ദയെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് രാഘവ് ചദ്ദയെ ഒരു BJP-ക്കാരും എതിർത്തിട്ടൊന്നുമില്ല ഈ സാധാരണക്കാരുടെ വിഷയത്തിൽ.
ഇതേ രാഘവ് ചദ്ദ ഇപ്പൊ BJP-യിലേക്ക് അംഗത്തെടുത്ത് സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നു പറയുമ്പോഴേക്കോ രാഘവ് ചദ്ദ ഇത്രയും കാലം പിന്തുണച്ച സകലരും ഉറഞ്ഞു തുള്ളുക. അപ്പൊ ഈ രാഘവ് ചദ്ദ സാധാരണക്കാർക്ക് നിലകൊള്ളുന്നതിന് വേണ്ടി അല്ലായിരുന്നു ഇദ്ദേഹത്തെ പിന്തുണച്ചത്. അപ്പൊ BJP-യെ പരാജയപ്പെടുത്തുക, രാജ്യത്ത് ഗുഡാപ്പിസോ ജിഹാദിസോ സകല കൊള്ളരുതായ്മ വളർത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ഇദ്ദേഹത്തേക്ക് ഇത്രയും കാലം പിന്തുണച്ചവരുടെയൊക്കെ ഒരു ആഗ്രഹം. ഇപ്പൊ അദ്ദേഹം ലേറ്റസ്റ്റ് ആയിട്ട് ഇൻസ്റ്റഗ്രാമില് ഒരു മറുപടിയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. കഴിഞ്ഞ 3 ദിവസമായി നിങ്ങളിൽ നിന്ന് എനിക്ക് ധാരാളം സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. നിങ്ങളിൽ ഭൂരിഭാഗവും എനിക്ക് ആശംസകളും അഭിനന്ദനങ്ങളും നൽകുന്നു. അതേസമയം ചിലർ എൻ്റെ തീരുമാനത്തിന് പിന്നിലെ കാരണങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത് എൻ്റെ കരിയർ സൃഷ്ടിക്കാൻ വേണ്ടിയല്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപക അംഗമായി എൻ്റെ രക്തവും ഉയർപ്പും കഠിനാധ്വാനവും ഉപയോഗിച്ച് എൻ്റെ ഏറ്റവും വലിയ യൗവനത്തിൻ്റെ 15 വർഷം ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ നൽകി. ഇന്ന് ഈ പാർട്ടിക്ക് വിഷലിപ്തമായ ഒരു തൊഴിൽ അന്തരീക്ഷമുണ്ട്. നിങ്ങളെ ജോലി ചെയ്യുന്നതിൽ നിന്ന് വിലക്കുന്നു. പാർലമെന്റിൽ സംസാരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ വിലക്കുന്നു. രാഷ്ട്രീയം പൂർണ്ണമായി ഉപേക്ഷിക്കുക, ആഭ്യന്തര പരിഷ്കരണത്തിന് ശ്രമിക്കുക, അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ വേദിയിലേക്ക് മാറുക, ഒടുവിൽ രണ്ടാമത്തേത് തിരഞ്ഞെടുക്കുക എന്നിവ ഉൾപ്പെടെ നിരവധി ഓപ്ഷനുകൾ താൻ പരിഗണിച്ചിട്ടുണ്ട്. ഭയം കൊണ്ടല്ല, നിരാശ, ഉറപ്പ് എന്നിവ മൂലമാണ് ഞങ്ങൾ പിന്മാറിയത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെയും ഉത്സാഹത്തോടെയും ഞാൻ ഉന്നയിക്കുന്നത് തുടരും. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് AAP-യിലെ നിറകേട് കാരണമാണ്. ഇത് ഒരു രാഘവ് ചദ്ദ മാത്രമൊന്നല്ല ഇതൊന്നും പറയുന്നത്. നിരവധി ആളുകൾ ഈ AAP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് അംഗത്തെടുത്തിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഈ കെജ്രിവാളിന്റെ ഏകാധിപത്യ മനോഭാവത്തിനെതിരെയാണ് ശബ്ദിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള രാഘവ് ചദ്ദ ഉൾപ്പെടെയുള്ള MP-മാരും ഇതേ കാര്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. അപ്പൊ AAP ഒരു ഏകാധിപത്യ മനോഭാവത്തോടു കൂടിയാണ് കെജ്രിവാള് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ളതൊക്കെ ഒരു വലിയ യാഥാർത്ഥ്യമല്ലേ? ഇതൊന്നും ഉൾക്കൊള്ളാതെ BJP-യിലേക്ക് പോയത് പ്രശ്നം, എന്നിട്ട് ഫോളോവേഴ്സ് കുറഞ്ഞ പ്രശ്നം. മറ്റൊരു കാര്യവും സകല മലയാളികൾക്ക് ഓർമ്മയില്ലേ? രാഹുൽ ഗാന്ധിയെ വലിയ രീതിയിൽ ജൻസികൾ ആകർഷിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് അന്നത്തത് കുറച്ച് കുറവാണ്, എന്നാൽ ഇന്നത്തത് എടുത്ത് മുന്നോട്ട് വെക്കാം. 13 മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. 1,30,00,000 ആളുകളൊക്കെ പിന്തുണക്കുന്നു രാഹുൽ ഗാന്ധിയെ. അന്ന് 1 കോടിയാണെന്ന് തോന്നുന്നു. വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു എന്നൊക്കെയാ പറഞ്ഞത്. അന്ന് നമ്മളൊക്കെ നരേന്ദ്രമോദിക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട്, എത്രത്തോളം ജൻസി അദ്ദേഹത്തെ പിന്തുണക്കുന്നു എന്ന് തെളിവ് സഹിതം അങ്ങ് വെച്ചതോടുകൂടിയ മാധ്യമങ്ങൾ അതൊക്കെ ഒന്ന് അടക്കി പിടിച്ചിരുന്നത്. അതായത് നരേന്ദ്രമോദിയെ 101 മില്യൺ 10 കോടിയിലും അധികം ആളുകൾ രാജ്യത്തെ ജൻസി, രാജ്യത്തെ പുതിയ തലമുറ പിന്തുണക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ 10-ൽ 1, 1 കോടി, 1 കോടി ആളുകൾ, 1,30,00,000. എന്നിട്ട് ഇത് വലുതും നരേന്ദ്രമോദി ഇത് ചെറുതും. എന്തൊരവസ്ഥയാ! ഇനി ഇതേ ശൈലി തന്നെയാണ് ഇപ്പോ ഈ രാഘവ് ചദ്ദയുടെ പിന്നാലെ നടന്നിട്ടോ 10 ലക്ഷം ഉളുപ്പിലിടോ. ഉളുപ്പിൽ ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക്, ഇവിടെയുള്ള ഓൺലൈൻ മീഡിയാസിലെ മൊണ്ണകൾക്ക് ഓരോരുത്തരും ഒന്നിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടിയിൽ നിന്ന് മാറി വരുമ്പോ സ്വാഭാവികമായിട്ട് നിഷ്പക്ഷ സമൂഹമല്ല അദ്ദേഹത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നത്. രാജ്യത്തെ സുഡാപ്പി ജിഹാദി മൈൻഡുള്ള ആളുകൾ. പിന്നെ അദ്ദേഹം എവിടെ നിന്നാണോ വന്നത്? AAP ഒക്കെ ഒരു സംസ്ഥാനമൊക്കെ ഭരിക്കുന്ന ഒരു പാർട്ടിയല്ലേ. അതുകൊണ്ട് അവിടെ നിന്നും ആളുകൾ പോവും. AAP-യിലെയും 10, 20, 30 ലക്ഷം പോട്ടെ. ഞാനൊക്കെ കരുതിയിരുന്നത് ഒരു പകുതി ആളെങ്കിലും പോകുന്ന. പക്ഷെ രാഘവ് ചദ്ദയെ രാജ്യത്തെ വലിയ രീതിയിൽ നിഷ്പക്ഷ സമൂഹം പിന്തുണയ്ക്കുന്നു എന്നുള്ളതും മലയാളികൾക്ക് മാപ്രകളുടെ ഓരോ കുത്തിരിപ്പ് കാരണം മനസ്സിലാക്കാൻ സാധിച്ചില്ലേ?